ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് റെസിപ്പിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പോൾ നമ്മുടെ രാമേശ്വരം കിച്ചണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ, എന്താ സെറ്റപ്പ്. ഭയങ്കര സെറ്റിങ്സ് ആണ് കേട്ടോ, നല്ല രീതിയിൽ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. രാമേശ്വരം കിച്ചൺ എന്ന് പറയുന്നത് പ്യുവർ വെജാണ് കേട്ടോ. അതേപോലെ ഐസ്ക്രീം, അതേപോലെ ഫൺ ടീ, എല്ലാ സെറ്റപ്പും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സുബ്ഹാന്റെ നമ്മളെ കരിമ്പിൻ ജ്യൂസ് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. കണ്ടോ സെറ്റപ്പ് കണ്ടോ? ആണോ, കരിമ്പൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, വേസ്റ്റൊക്കെ അതാ ഇങ്ങോട്ടാണ് പോകുന്നത്. അടിപൊളിയാണ്. ആണോ, കരിമ്പിൻ ജ്യൂസാണ്. ഇവിടെ ഫിഷ് സ്പായ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫിഷ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആണോ, കാലൊക്കെ അങ്ങ് കടിച്ചങ്ങ് വെച്ചിട്ടുണ്ട് മീൻ. എടാ എങ്ങനെയുണ്ട്? ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. ഒരു വല്ലാത്ത ഫീലാണ്, വല്ലാത്തൊരു സുഖമാണ്, വല്ലാത്തൊരു ഫീല് തന്നെയാണ്. നമുക്ക് മറ്റൊരു രീതിയിലും കിട്ടാത്തൊരു ഫീല് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം അല്ലേ? അതെ, അതുമല്ല വളരെ ടൈം 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. 5 മിനിറ്റത്തെ ടൈം. റേറ്റും വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നെഗോഷ്യബിൾ ആണ്. അതെ, നെഗോഷ്യബിൾ അല്ല, ഒരു അഫോർഡബിൾ റേറ്റ് ഉള്ളൂ. വളരെ ചെറിയൊരു എമൗണ്ട് വരും. ഒരു പ്രത്യേക ഫീലാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹലോ, എങ്ങനെയുണ്ട് ഫിഷ്? കാല് വെച്ചാലല്ലേ മീൻ കടിക്കൂ. കാല് വെക്കേ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നൈസ് എന്നാണ് പറയുന്നത് കേട്ടാ. എന്നാ ഇവിടെ കാല് വെക്കുന്നുമില്ല വെള്ളത്തിൽ. ചേച്ചി എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം, നമ്മളെ ഫുഡിൽ നിന്ന് എടുക്കാം. ആണ്ടോ, മീനൊക്കെ കടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ. ചേട്ടാ ഇപ്പോൾ വന്നിരുന്നതല്ലേ ഉള്ളൂ അല്ലേ? ആണ് ഇപ്പം പുതിയതായതുകൊണ്ട് എത്രയും കടിച്ചങ്ങ് റെഡിയാക്കും. ഇല്ല, ഞാൻ വൺ ടൈം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മാൾ ഓഫ് ട്രാവൻകൂറിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസാണ്. ഓക്കെ ഓക്കെ, എന്നാൽ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ശംഖുമുഖത്ത് വരിക. എന്നാ ഫെസിലിറ്റി എന്നറിയാമോ? അമൂലൊക്കെ ഉണ്ട്, ഐസ്ക്രീം, എല്ലാ സെറ്റിങ്സോടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ചേട്ടൻ നമ്മുടെ ചായയുടെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ.
പക്ഷെ ഭയങ്കര ചായ അടിക്കാണ് കേട്ടോ, നല്ല പൊക്കിയൊക്കെ അടിച്ചങ്ങ് തള്ളാൻ. आपका पियो. അപ്പോൾ നമുക്ക് ഫിൽട്ടർ കോഫി അല്ലേ, ഫിൽട്ടർ കോഫിയാണ്. അപ്പോൾ ഫിൽട്ടർ കോഫി റെഡി. ചെയ്യാൻ പോകുന്നത് മിനി ഗീ പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. ചെറിയ ചെറിയ ഇഡ്ഡലിയൊക്കെയാണ് ഇടുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പം നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ ഫസ്റ്റിൽ. നെയ്യൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിങ് തുടങ്ങും. എണ്ണ തിളച്ച് കഴിഞ്ഞ കേട്ടോ, അപ്പോൾ നെയ്യൊക്കെ സെറ്റായി. അപ്പം നെയ്യ് ചേർത്താണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ള ദോശപ്പൊടിയാണ്. ദോശപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് കേട്ടോ, ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. നെയ്യ് കൊണ്ടുള്ള പൊടി ഇഡ്ഡലി റെഡി ആണോ. ഇതാണ് അതിൻ്റെ സെറ്റപ്പ് കേട്ടോ. നെയ്യ് കൊണ്ടുള്ള പൊടി ദോശയാണ് കേട്ടോ, ഈ പൊടി ദോശ. അടുത്ത വിഭവം കേട്ടോ, എപ്പോൾ തുടങ്ങും. പൊടി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ദോശയൊക്കെ ആയി. ഇതെങ്ങനെ സെറ്റപ്പ്? പൊടി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ദോശയായി. ഇതാണ് ദോശയുടെ അളവ് കേട്ടോ. അപ്പോൾ ദോശയുടെ അളവ് ഇതാണ് കേട്ടോ. പൊടി ദോശ എന്നൊക്കെ പറയുമെങ്കിലും ഇതാണ് സെറ്റപ്പ്. പൊടിയായിരിക്കും ഇടുന്നത് കേട്ടോ. ദോശയിൽ പൊടി ഇടുന്നതാണ് പൊടി ദോശ. ഈ കാര്യം കറക്റ്റായി. ഇതാ നെയ്യാണ് കേട്ടോ, നെയ്യ് ഒഴിക്കുകയാണ്. അപ്പം ഗീ പൊടി ദോശ, അപ്പം മൂന്നും ചേർന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഏകദേശം സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. നെയ്യ് പൊടി ദോശ എന്ന് പറഞ്ഞ് ചോദിക്കണം കേട്ടോ നിങ്ങൾ, എന്നാലേ ഇതേപോലെയൊക്കെ റെഡിയാക്കി തരും.
ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ? മണി. അപ്പോൾ നമ്മളെ മണി ആശാനാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഇതാണ് അടിപൊളിയല്ലേ, എല്ലാ സെറ്റിങ്സും അടിപൊളിയാണ്. അപ്പോൾ ഓടി വരിക ശംഖുമുഖത്ത് കേട്ടോ, രാമേശ്വരം ഹോട്ടലിലേക്ക് വന്ന് കഴിച്ച് ടേസ്റ്റ് മറുപടി പറയുക എല്ലാവരും.